ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി റെസിപ്പി എന്താണെന്നറിയോ? തക്കാളി മസാലക്കറിയാണ് കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. 4 മുരിങ്ങക്കായ, 3 തക്കാളി. നമുക്ക് അതിന് കൂടെ അരപ്പും വേണം കേട്ടോ. അതിന് നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന്. നാളികേരം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി കേട്ടോ. ഇവയൊക്കെയാണ് വേണ്ടത്. ആദ്യം ഞാൻ നാളികേരം ക്രഷ് ചെയ്തു. എന്നിട്ട് ഈ 3 മസാലകൾ നന്നായിട്ട് അരച്ചെടുത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം തന്നെ പറയട്ടെ, കുക്കറിലാണ് മുരിങ്ങക്കായയും പിന്നെ തക്കാളിയും വേവിച്ചത്. പക്ഷേ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. നമ്മൾ അരച്ച ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് ഉപ്പും ആഡ് ചെയ്യണം. അത് പറയാൻ മറന്നുപോയി. ഗ്യാസ് മീഡിയത്തിൽ വച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് വേവിക്കാം കേട്ടോ. തിളപ്പിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലേ. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും കൂടെയുള്ളൊരു ടേസ്റ്റ്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് കേട്ടോ. നമുക്കത് കഴിഞ്ഞിട്ട് ഉള്ളി മൂപ്പിക്കണം. അതിന് വേണ്ടതാണ് ഉള്ളി. നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുത്ത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഈ ഉള്ളി. നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഉള്ളി മൂപ്പിച്ചതിൻ്റെ ടേസ്റ്റും കൂടി വന്നാൽ എന്താ ടേസ്റ്റ് എന്നറിയോ? അടിപൊളിയാണ്. നമുക്ക് ഉള്ളി അതിലേക്ക് ഇടാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ട് ഈ തിളച്ചത് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. എന്തായാലും ഈ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും തീർച്ചയായിട്ടും തരണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, പിന്നെ കാണാം.